അത്ര മോശമായിട്ട് ഞാനൊരു എന്താ പറയണ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ എൻ്റെ തൊഴിലിനെ പോലും എൻ്റെ സ്വഭാവത്തെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു. ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രൊമോകളൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വന്നിരിക്കുന്നുണ്ട്. മാർച്ചിനകത്താണ് ഇപ്പോൾ വരാനിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി അത് മാറ്റി വെക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് കണ്ടറിയാം ബിഗ് ബോസ് സീസൺ 6. അപ്പോൾ സീസൺ 6 അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ കാര്യം നോക്കുമ്പോഴേക്കും ഇതിനകത്ത് തന്നെ ഏറ്റവും കോൺട്രവേഴ്സികൾ നിറഞ്ഞൊരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ 2. മലയാളത്തിൻ്റെ സീസൺ 2വിനകത്ത് അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നെഗറ്റിവിറ്റി, നല്ല രീതിക്ക് റീച്ചും കിട്ടിയ ഒരു സീസണായിരുന്നു സീസൺ 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുണ്ടായ ഒരു കണ്ടസ്റ്റൻ്റാണ് മഞ്ജു പത്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം, എനിക്ക് ആ ബിഗ് ബോസ് സീസൺ 2 കാണുമ്പോഴത്തേക്ക് എനിക്ക് ഈ പുള്ളിക്കാരനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. കാര്യം അന്നൊക്കെ നമുക്ക് അങ്ങനെ ബോധമൊന്നുമില്ലല്ലോ. നമ്മൾ കാണുമ്പോൾ എന്താണ്, ഒരു ഹീറോ ഉണ്ടാവും, ബാക്കിയെല്ലാം വില്ലന്മാരെന്നൊക്കെ ഉള്ള രീതിക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയാലും ഇവർ ഇതേ ചിന്താഗതിയാണെന്നൊക്കെയാണ് അന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഇപ്പം ഇത്തിരി ബോധം വെച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഓരോ കണ്ടസ്റ്റൻസ് ആണ്. കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കാനാണ് വന്നേക്കണം. അല്ലാണ്ട് അവരാരും അവരുടെ റിയാലിറ്റി കാണിക്കാനും അങ്ങനത്തെ പരിപാടിക്കൊന്നും അല്ല അവരവിടെ വന്നേക്കണത്. റിയാലിറ്റി ഷോ എന്നൊക്കെ ഒരു പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇവരെല്ലാവരും കണ്ടസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ളത് വേറെ, പുറത്തുള്ളത് വേറെ എന്നുള്ളൊരു ബോധം ഇപ്പം എനിക്കുണ്ട്. പക്ഷെ ആ ബോധം ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർ ഈ ബിഗ് ബോസ് സീസൺ 6 കാണാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ദൈവത്തെ ഓർത്ത് ആ പരിപാടി കാണാണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയണതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മഞ്ജു പത്രോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇതിൻ്റെ ഉള്ളിനകത്ത് വെച്ചും പുറത്താണെങ്കിലും പുറത്തിറങ്ങിയ നല്ല രീതിക്ക് നെഗറ്റിവിറ്റി വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ മഞ്ജു പത്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതിനെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വന്ന സൈബർ ബുള്ളിങ്ങും അതേപോലെ എന്താണ് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ കുറച്ച് പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായി. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കണ്ടു. നമ്മൾ തന്നെ ഈ ലോകത്തിൽ നിന്ന് പോയേക്കാന്ന് ഒരു ചിന്തിച്ചോ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെ ഒരു മുഹൂർത്തം പറഞ്ഞ ഏതായിരിക്കും? അങ്ങനെ മുഹൂർത്തം എന്നുള്ളതല്ല, അങ്ങനെ ഒരു മൊമെന്റ് അല്ല അത്. ഒരു കാലഘട്ടം, ഒരു കുറച്ച് മാസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബിഗ് ബോസിന് ശേഷം ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളിങ് എനിക്കറിയില്ല വേറെ ആരെങ്കിലും അത്രയും ഭീകരമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ എനിക്ക് ചേട്ടനായിട്ടൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ എന്നെ ഇഷ്ടമല്ല, നിങ്ങൾ എന്നെ നേരെ നോക്കി നിന്ന് എന്നോട് നിങ്ങൾ അങ്ങനത്തെ അവരല്ലേ, നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് ആർഗ്യൂ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ന്യായം പറയാൻ പറ്റും. ഇത് എനിക്കറിയാത്ത, ഞാൻ കാണാത്ത, മുഖമില്ലാത്ത കുറേ മനുഷ്യരിരുന്ന് അനാവശ്യങ്ങൾ തന്നെ പറയാണ്. എന്നെ മാത്രമല്ല, എൻ്റെ ഒന്നും അറിയാത്ത കുഞ്ഞിനെ, എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങള, അവരൊക്കെ എനിക്കൊപ്പം മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. ദൈവമേ. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് കേട്ടല്ലോ, അവരുടെ ആ ലൈഫിനകത്ത് നടന്ന, അതായത് ബിഗ് ബോസ് പോലൊരു സംഭവത്തിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഭയങ്കര സ്വപ്നങ്ങളായിട്ടും അതേപോലെ ഇവരുടെ ലൈഫിന് അടിപൊളിയാവും എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര പ്രതീക്ഷകളൊക്കെ ആയിട്ടായിരിക്കും ഇവർ ഇതിൻ്റെ ഉള്ളിനകത്തേക്ക് പോകുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിനകത്ത് പോയി ഇത്രയും നെഗറ്റീവായിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവർ പറഞ്ഞ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇത് നമ്മളാരാണെന്നോ നമ്മളെപ്പറ്റി ഒരു ABCD അറിയാത്ത കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളെപ്പറ്റി ഓരോ തോന്നിവാസങ്ങളും അതേപോലെ ഓരോ അപവാദങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഫേക്ക് ഐഡിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വിഷയമില്ല, അത് അവിടെ കൊണ്ട് തീരും ആ ഒരു പ്രശ്നം. അല്ലെങ്കിൽ അത് പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ പോവാം. പക്ഷെ അതിനൊരു പിന്നെയും ഒരു മര്യാദയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു അയാളെ പറ്റി അറിയുകയും കൂടിയില്ല. അങ്ങനെ ഒരാളെ പോയിട്ട് എന്തിനാണ് നിങ്ങൾ ഈ തെറി വിളിക്കുന്നത്? ഞാൻ ഈ ബുള്ളി അവരോടാട്ടെ ഞാൻ ഈ പറയുന്നത്. അത് വെറുതെ ഒരാളെ പോയിട്ട് അവരും മനുഷ്യന്മാരാണെന്നുള്ളൊരു കൺസിഡറേഷൻ പോലും ഇല്ലാണ്ട് അവരെ പോയിട്ട് ഇങ്ങനെ തെറി വിളിക്കുക, അതേപോലെ അവരിങ്ങനെ നെഗറ്റീവ് അവരുടെ വീട്ടുകാരെ പറയാ, ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യം ഇരിക്കണം? അതെന്ന് പറഞ്ഞാൽ അതൊരു ഗെയിം ഷോ ആണ്. അതവിടെ കഴിഞ്ഞത് അവിടെ വിട്ടിട്ട് ഇങ്ങനെ വരാം. അല്ലാണ്ട് എപ്പോഴും അത് ഇങ്ങനെ തലയിലും വെച്ചിട്ട് അവരെ കാണുമ്പോഴത്തേക്കും നീ അവരെ അങ്ങനെ ചെയ്തില്ലേ, നീ അവിടെ അങ്ങനെ അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന എന്ത് കാര്യമാണ് ഇരിക്കണമെന്നാണ് എനിക്കിതിനകത്ത് മനസ്സിലാവുക. ഈ സമയത്ത് എനിക്ക് തോന്നിയത്, ഈ മനുഷ്യരൊന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം, എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കണം, എന്നെ അത്ഭുതത്തോടു കൂടി നോക്കാതെ, എന്നെ കളിയാക്കാതെ, പുച്ഛച്ചിരികളില്ലാത്ത നിരത്തുകളിലൂടെ എനിക്ക് നടക്കണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നത്. കാരണം അത്ര മോശമായിട്ട് എന്താ പറയണ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ എൻ്റെ തൊഴിലിനെ പോലും എൻ്റെ സ്വഭാവത്തെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്
അതെന്തൊരവസ്ഥയല്ലേ, നമ്മൾ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് നമുക്ക് വരുമാനം കിട്ടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും വെറുതെ ആ ഒരു ജോലിനെ പോലും കളിയാക്കിയും അതേപോലെ തന്നെ അന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ഓരോ കമന്റുകളും കാര്യങ്ങളൊക്കെ ഇടാന്ന് പറയുമ്പോഴത്തേക്ക് അത് കേൾക്കാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇതേപോലെ ഒരു പരിപാടിനകത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യണമെന്നാണ്. പക്ഷെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും അറിഞ്ഞൂടെ. ഇപ്പൊ സീസൺ 2 ഒക്കെ കഴിഞ്ഞ പിന്നെയാണ് ഇപ്പൊ എന്റെ തൊണ്ടിച്ചിരി പോയിട്ട് പണ്ടടാ, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സീസൺ 2 ഒക്കെ കഴിഞ്ഞ പിന്നെയാണ് എല്ലാവർക്കും ഇങ്ങനെ മനസ്സിലായത് ഒന്നുകൊണ്ട് ഇതിനകത്തൊക്കെ ഇത്രയും നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് പേർക്ക് മനസ്സിലായത്. പക്ഷെ ഇവരൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത്രയും നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുമെന്ന്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും നെഗറ്റിവിറ്റി വന്നപ്പോഴത്തേക്കും കാര്യം ഒരു എക്സ്പെക്ട് ചെയ്യുള്ള ഇങ്ങനെ ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം കിട്ടുമ്പോഴത്തേക്കും ഇവർക്ക് ആ ഒരു സോഷ്യൽ മീഡിയയും വിട്ട് അതേപോലെ ആ നാട് വിട്ട് തന്നെ വേറൊരു മനുഷ്യന്മാർ, അതായത് അവരിങ്ങനെ തുറച്ചു നോക്കാത്തതും അവരിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കണ്ണോടെ കാണാത്ത ആൾക്കാരെ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോവാന്ന് വരെ അവർ ചിന്തിച്ചു കൂട്ടാനായിട്ടുള്ള കാരണം അതാണ്. അല്ലെങ്കിൽ അങ്ങനെ മഞ്ജു ഇപ്പോൾ ഇത് കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അന്നൊക്കെ അനുഭവിച്ച അന്ന് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം നമ്മള് ഫോൺ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. ഒരു പ്രാവശ്യം കണ്ടാൽ ഇത് പണ്ടാരം കൂടെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ റെക്കമെൻഡേഷനിലൊക്കെ ഇതാ വരുന്നത്. എനിക്ക് ഫോൺ എടുക്കാൻ നിർവാഹമില്ല. അപ്പം എൻ്റെ കുഞ്ഞു പറയും, അമ്മ കുറച്ച് നാൾ ഫോൺ ഉപയോഗിക്കണ്ട. പക്ഷെ ഫോൺ എടുക്കാതിരുന്നാലും ഫോണിൽ കോളുകൾ വരികയാണ്. അല്ലെങ്കിൽ ഞാനിത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ന്യൂസുകളൊക്കെ ഇങ്ങനെയുള്ള ന്യൂസ്. നമ്മളെ പറ്റി എന്തൊരു നെഗറ്റീവ് വന്നാലും അതിപ്പോൾ ആര് നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത്, അതായത് നമ്മുടെ ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ടീംസായിരിക്കും നമുക്കത് ആദ്യം അയച്ചു തരാൻ പോകുന്നത്. എന്നാൽ നമ്മളൊന്നും ഒരു കാലത്തും ഗതി പിടിക്കരുത് എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയുള്ള കുറേ പേരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അവരൊക്കെ നമ്മളെ കാണുമ്പോഴത്തേക്കും ചിരിച്ച് കളിച്ച് നിൽക്കുമെങ്കിലും പുറകിനകത്ത് ചെന്നിട്ട് നമ്മളെ പറ്റി ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും. അപ്പോൾ അവരുടെ കണ്ണിനകത്തേക്ക് ഇതേ നമ്മളൊക്കെ എന്തെങ്കിലും നെഗറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും അവരായിരിക്കും അത് ആദ്യം നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നെ. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് അത് തന്നെയാണ്. പുള്ളിക്കാരിക്ക് ഇതേപോലെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാർക്ക് ഇതേപോലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തത്. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഈ ബിഗ് ബോസിന് ഇനി വിളിച്ചാൽ പോവോ? അതെന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് പോലെ ഇരിക്കും ചേട്ടാ. സീരിയസ്ലി ഞാൻ അന്ന് പോയത്, എനിക്ക് കുറേ കടം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു എമൗണ്ട് ചാനലിനോട് സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു. കൊള്ളാം, അപ്പോൾ ഇത്രയും പൈസ എനിക്ക് കിട്ടുന്ന വേറൊരു സ്ഥലമില്ല. ഒരു നടിയുടെ ദിവസ വരുമാനം എന്തായിരിക്കും എന്ന് ചേട്ടന് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പം എൻ്റെ വിചാരം ഇത് ഈസി ആയിട്ട് അങ്ങ് കടന്നു പോകും, ഒരു കുഴപ്പമില്ല. നെവർ ചിന്തിച്ചിട്ടില്ല. ഡെയിലി കിട്ടുന്ന പേയ്മെന്റ് അല്ലാതെ ഞാൻ അതിൽ കൂടുതലൊന്നും വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇതിന്ന് തന്നെ വ്യക്തമാണ് ഇവരൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ആവശ്യമാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണ്. കാര്യം ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതേപോലെയാണ്. കാര്യം ഇവര് എന്ന് പറഞ്ഞാൽ പല രീതിക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ പൈസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബേസിക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവരും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് പോയത്. പക്ഷെ അതിനകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അവരവരുടെ ജോലിയാണ് അവിടെ ചെയ്യുന്നത്. അവർ അവിടെ എടുക്കുന്ന ആ ഒരു റിയാലിറ്റി ഷോയിലാണ് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിന് പേയ്മെന്റ് കിട്ടുന്നു. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ജോലി എടുത്തിട്ട് അവർ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഈ തെറിവിളികളും ഇതൊക്കെ അവർ കേൾക്കണം. ഇത് ഒരു പണിയില്ലാതെ വെറുതെ വീട്ടിനകത്ത് ചൊറിയും കുത്തിയിരിക്കണ കുറെ എണ്ണങ്ങളായി ഈ വന്നിട്ട് കമന്റ് ഇടുന്നത് എന്നുള്ളതാണ് അതിന്റെ വേറൊരു ഇത്. എന്നിട്ട് ഇവര് വന്നിട്ട് പറയും നീ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല. അവർ അങ്ങനെയെങ്കിലും ചെയ്തിട്ട് അവർ 4 പൈസ ഉണ്ടാക്കണ്ട്. പക്ഷെ ഇവറ്റകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കൊള്ളാർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയത്ത് ടെലികാസ്റ്റിംഗ് പോയ എപ്പിസോഡുകൾ ചേട്ടൻ്റെ അടുത്ത് നോക്കണം. ഇവളെ ഒഴിവാക്കൂ എന്ന് പറയുന്ന കമന്റിന് 14-16K ലൈക്കാണ് വരുന്നത്. അത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിന്റെ അങ്ങേ അറ്റം. അപ്പൊ കറണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ നമ്മുടെ വിഷയത്തിനകത്തേക്ക് വരാം. മഞ്ജു പത്രോസ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം ഇവരൊക്കെ അത്രയും അതായത് സ്ട്രഗിൾ ചെയ്തിട്ടും എല്ലാമാണ് ഇവരൊക്കെ ഈ ഇൻഡസ്ട്രീനകത്ത് പിടിച്ചു വെക്കുന്നതും അതേപോലെ തന്നെ പല രീതിക്കുള്ള സ്ട്രഗിളുകൾ അവരുടെ ലൈഫിനകത്തും അതായത് ഓരോരുത്തരുടെ ലൈഫിനകത്തും അവരവരുണ്ടാവും. അപ്പൊ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ടാക്കിൾ ചെയ്ത് മുമ്പോട്ടേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലുള്ള എന്തെങ്കിലും റിയാലിറ്റി ഷോയിനകത്തും കാര്യങ്ങളിനകത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്നും ഇതേപോലുള്ള ഓരോ നെഗറ്റീവായിട്ടുള്ള സൈബർ ബുള്ളിയും കാര്യങ്ങളൊക്കെ നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്കും അതായത് ഒരാളെ നെഗറ്റീവായിട്ട് കമന്റ് ഇടുമ്പോഴും അതേപോലെ സൈബർ ബുള്ളി ഞാൻ ബുള്ളി ചെയ്യണതിനാണ് മെയിനായിട്ട് പറയുന്നത്. നെഗറ്റിവിറ്റി പിന്നെയും കുഴപ്പമില്ല. ഈ ബുള്ളി ചെയ്യുമ്പോഴത്തേക്കും അവരനുഭവിക്കുന്ന മാനസികാവസ്ഥയും കൂടെ നിങ്ങളൊന്ന് കണക്കാക്കണമെന്നാണ് ഞാൻ പറയണത്. ഇത് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്യും എന്നൊന്ന് നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതേപോലുള്ള അതായത് ഇപ്പം ഇനി ബിഗ് ബോസ് സീസൺ 6
6 വരാൻ പോകണം. അപ്പോൾ സീസൺ 6 വരുമ്പോഴും അതിനകത്തുള്ളവരെയൊക്കെ ജസ്റ്റ് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രം കണക്കൂട്ടുക. അല്ലാതെ ഇവരെ ഒന്നും ഇപ്പോൾ ചിലത് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ സീസണും അതിന് മുന്നത്തെ സീസണിനകത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു, അതായത് ഇവനെൻ്റെ മോനാണ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം അവരൊക്കെ ജസ്റ്റ് ഒരു കണ്ടസ്റ്റൻസ് ആണ്. അവരെയൊക്കെ വെറുതെ നെഞ്ചിനകത്തേക്ക് കയറ്റി വെക്കേണ്ട ഒരാവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഇത് റീലും റിയാലിറ്റിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഈ ബിഗ് ബോസ് കാണാൻ പോകുന്നവരോടും ഇനി അങ്ങനെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇത്രയാണ് എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.